ദി ബോയ്സിന്റെ ഫൈനൽ സീസൺ ആയിട്ടുള്ള സീസൺ 5 ഈ വരുന്ന ഏപ്രിൽ 8-ന് പുറത്തിറങ്ങുകയാണല്ലോ. സീസൺ 4ന്റെ എൻഡിങ്ങിലൂടെ തന്നെ ഫൈനൽ സീസണിലേക്കുള്ള ഒരു വലിയൊരു ബിൽഡപ്പ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഫൈനൽ സീസണിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാനാണ് ചാൻസ് ഉള്ളത്? അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു സീസണുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ലീക്സും റൂമേഴ്സും തിയറീസും അതേപോലെ കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായൊന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബോയ്സിന്റെ സീസൺ 4ന്റെ അവസാന ഭാഗത്ത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം. സീരീസിന്റെ അവസാന ഭാഗത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന റോബർട്ട് സിംഗർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം സ്റ്റീവൻ കാൽഹൂം എന്നയാൾ അടുത്ത പ്രസിഡന്റായി എത്തുകയാണ്. പുതിയ പ്രസിഡന്റ് എന്നതിലുപരി വോൾട്ടിന്റെ ഒരു പപ്പറ്റാണ് ഇയാളെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഇയാൾ വന്ന പാടെ പുതിയ മാർഷൽ ലോ ഒക്കെ പ്രഖ്യാപിക്കുന്നത് കാണാം. അതേപോലെ 100ഓളം സൂപ്സിനെ ഒഫീഷ്യൽ ലോ എൻഫോഴ്സ്മെന്റ് ആയി നിയമിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഹോംലാൻഡർ ഇപ്പൊ വെറും ഒരു സെലിബ്രിറ്റി മാത്രമൊന്നുമല്ല, അമേരിക്കയുടെ ലീഡറായി തന്നെ അയാൾ മാറിയിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയും ഇപ്പോൾ ഹോംലാൻഡർ ആണ്. അതേപോലെ സൂപ്സിന് അല്ലെങ്കിൽ ഹോംലാൻഡറിനെതിരെ നിൽക്കുന്ന എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകുന്നതും കാണാമായിരുന്നു. ബോയ്സിന്റെ ടീമിലുണ്ടായിരുന്ന പ്യൂയ് ക്യാമ്പിൽ, ഫ്രാഞ്ചി, കിമിക്കോ തുടങ്ങിയവരെ ഹോംലാൻഡറിന്റെ ആളുകൾ പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാമായിരുന്നു. ഇതിൽ നിന്ന് ആകെ രക്ഷപ്പെട്ടത് ആനി അല്ലെങ്കിൽ സ്റ്റാർലൈറ്റ് മാത്രമായിരുന്നു. അതേപോലെ നമ്മുടെ ബുച്ചർ വിക്ടോറിയ നോർമനെ കൊന്നതിന് ശേഷം ആ സൂപ്സിനെതിരെയുള്ള വൈറസും എടുത്ത് എങ്ങോട്ട് പോകുന്നത് പോലെയായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്ന പുതിയ സീസണിലേക്ക് നോക്കുമ്പോൾ പുതിയ സീസൺ കുറച്ചും കൂടി ഡാർക്കറായ ഒരു സീസൺ ആയിരിക്കും. പിന്നെ ഇത് അവസാനത്തെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മേജർ ക്യാരക്ടേഴ്സ് ഈ സീസണിൽ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സീരീസിന്റെ തന്നെ ക്രിയേറ്റർ ആയിട്ടുള്ള എറിക് ക്രിപ്കെ ഓൾറെഡി നമ്മളെ വാൺ ചെയ്തിട്ടുണ്ട്, ഒരു ക്യാരക്ടറുമായും ഒരു അറ്റാച്ച്മെന്റും വേണ്ട എന്ന്. ഇതുകൊണ്ടെല്ലാം തന്നെ സീസണിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ക്യാരക്ടേഴ്സ് തന്നെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ ട്രെയിലറിലൂടെ ഓൾറെഡി കൺഫേം ചെയ്തൊരു കാര്യമാണ് സോൾജർ ബോയ് ഈ സീസണിലൂടെ തിരിച്ചു വരുമെന്നുള്ളത്. സോൾജർ ബോയെ ഹോംലാൻഡർ തന്റെ ഒരു അൾട്ടിമേറ്റ് വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതേപോലെ ജെറാഡ് പെഡലക്കി എന്ന ആക്ടർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മിസ്റ്റർ മാരത്തോൺ എന്ന ക്യാരക്ടറിനെ ഈ സീസണിൽ അവതരിപ്പിക്കുമെന്നുള്ളത്. മിസ്റ്റർ മാരത്തോൺ യഥാർത്ഥത്തിൽ ദി 7ലെ എ ട്രെയിന് മുമ്പുള്ള ഒറിജിനൽ സ്പീഡ്സ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഈ സീസണിൽ വരുമെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ലീക്സും ഫാൻ തിയറീസും ഒക്കെ ഒന്ന് നോക്കാം. അതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഹോംലാൻഡർ ആയിരിക്കില്ല ഈ സീരീസിന്റെ ഫൈനൽ വില്ലൻ, മറിച്ച് അത് ബുച്ചർ ആയിരിക്കും എന്നുള്ളത്. ഇതിലൂടെ പറയുന്നത് ബുച്ചറിന്റെ കയ്യിലുള്ള സൂപ്പ് കില്ലിംഗ് വൈറസ് കൊണ്ട് തന്നെ ബുച്ചർ എല്ലാ സൂപ്സിനെതിരെയും, അതായത് സ്റ്റാർലൈറ്റ്, കിമിക തുടങ്ങിയ എല്ലാവരും ഉൾപ്പെടെ എല്ലാ സൂപ്സിനെതിരെയുമുള്ള ഒരു ത്രെട്ടായി മാറുമെന്നും അതേപോലെ ആ വൈറസ് ഉപയോഗിച്ച് എല്ലാ സൂപ്സിനെയും ബുച്ചർ കൊന്നുകളയുമെന്നുമാണ് പറയുന്നത്. ഇതിലൂടെ ഹോംലാൻഡറിനേക്കാളും അപകടകാരിയായി ബുച്ചർ മാറും. അതേപോലെയുള്ള ഒരു മറ്റൊരു റൂമറാണ് ബച്ചർ തന്റെ കയ്യിലുള്ള ആ വൈറസ് സോൾജർ ബോയുടെ ചെസ്റ്റ് ബ്ലാസ്റ്റിലൂടെ ഉപയോഗിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന വലിയ എക്സ്പ്ലോഷനിൽ അകപ്പെടുന്ന എല്ലാവരുടെയും സൂപ്പർ പവേഴ്സ് നഷ്ടപ്പെടുകയും ചെയ്യും. ഹോംലാൻഡറിനും സിസ്റ്റർ സ്റ്റേജിനും ഉൾപ്പെടെയാണ് ഇത്. അതേപോലെ ഈ സീസണിൽ മൾട്ടിപ്പിൾ ക്യാരക്ടർ ഡെത്ത് ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഹോംലാൻഡർ ഈ സീസണിൽ മരിച്ചേക്കും എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ആര് ഹോംലാൻഡറിനെ കൊല്ലും, ഇത്രത്തോളം പവർഫുൾ ആയ ഹോംലാൻഡറിനെ ആര് കൊല്ലുമെന്നതിനെ കുറിച്ച് ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ആദ്യം ചിന്തിക്കാൻ സാധ്യതയുള്ള ക്യാരക്ടർ തന്നെയാണ് ബച്ചർ. അതിൽ തന്നെ ബില്ലി ബച്ചർ വേഴ്സസ് ഹോംലാൻഡർ ആയിരിക്കും സീരീസിന്റെ ഫൈനൽ ഷോ ഡൗൺ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോംലാൻഡറിനെ കൊല്ലാൻ സാധ്യതയുള്ള മറ്റൊരു ക്യാരക്ടറാണ് ഹോംലാൻഡറിന്റെ മകനായിട്ടുള്ള റയാൻ. ഇതിനൊപ്പം റയാൻ ആക്സിഡന്റില് ഒരു ബോയ്സ് മെമ്പറെ കൊല്ലുമെന്ന രീതിയിലും ലീക്സ് വരുന്നുണ്ട്. ഇതിനൊപ്പം വരുന്ന മറ്റൊരു തിയറി പറയുന്നത് ഹോംലാൻഡറിനെ കൊല്ലുന്നത് ഒരാളായിരിക്കില്ല, മറിച്ചൊരു ഗ്രൂപ്പ് എഫേർട്ടിന്റെ ഫലമായിട്ടായിരിക്കും കൊല്ലുക എന്നാണ്. അതേപോലെ ഹോംലാൻഡർ ക്വീൻ മേവിനെ ബ്രൂട്ടലി കൊന്നു കളഞ്ഞേക്കും ഈ സീസണിൽ എന്നും പറയുന്നുണ്ട്. ഹോംലാൻഡറിന്റെ സീക്രട്സ് എല്ലാം ലീക്കായി ഹോംലാൻഡറിന്റെ പബ്ലിക് സപ്പോർട്ട് നഷ്ടപ്പെടുകയും ചെയ്തേക്കും. ഇതെല്ലാം കാരണം ഹോംലാൻഡർക്ക് തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ സിസ്റ്റർ സേജ് ഈ സീസണിൽ മരിച്ചേക്കും. ഒപ്പം തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സീസണിൽ അവസാനത്തേക്ക് എത്തുമ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ ഒരുപാട് ലീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ അനുസരിച്ച് സ്റ്റാർലൈറ്റ്, ഹ്യൂയി തുടങ്ങിയിട്ടുള്ള കുറച്ചുപേര് മാത്രമായിരിക്കും അവസാനത്തേക്ക് എത്തുമ്പോൾ സർവൈവ് ചെയ്തിട്ടുണ്ടാവുക. അവര് കൂടുതലും വോൾട്ട് കമ്പനി ഇല്ലാത്ത പുതിയൊരു വേൾഡിലേക്ക് എൻട്രി ചെയ്യുന്ന പോലെയായിട്ടായിരിക്കും സീരീസ് അവസാനിച്ചേക്കുക. അവസാന സീസൺ ആയതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ആഷ്ലി ഈ സീസണിൽ അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടറായി വന്നേക്കും. സീസൺ 4ന്റെ അവസാനം കോമ്പൗണ്ട് വി ഒക്കെ സ്വന്തമായി കുത്തിവെക്കുന്നതൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആഷ്ലിയും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോസിൽ ഒരാളാന്ന് പറയാം. എന്നാൽ വരുന്ന ലീക്സ് അനുസരിച്ച് ആഷ്ലി പുറമെ ഇപ്പോഴത്തെ ഭരണത്തെയും ഹോംലാൻഡറിനെയും സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒരു പാർട്ടായിട്ടാണ് ഉണ്ടാവുകയെങ്കിലും സീക്രട്ട് ആയിട്ട് ഇവർക്കെതിരെ നിൽക്കുന്ന ബോയ്സിനെയും മറ്റുള്ളവരും എല്ലാം തന്നെ സഹായിക്കുകയും ചെയ്തേക്കും. പിന്നെ ബോയ്സിന്റെ തന്നെ ഒരു സ്പിൻ ഓഫ് ആയി വന്നിരുന്ന ജെൻവി എന്ന സീരീസിന് ബോയ്സിന്റെ ഈ സീസണിൽ അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജെൻവി കണ്ടിട്ടില്ലെങ്കിൽ അതാദ്യം ഒന്ന് കാണുക.
ബോയ്സിന്റെ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ടെങ്കിലും നിങ്ങൾ അത് കണ്ടിരിക്കണം. കാരണം ജെൻവിയിലെ പല ക്യാരക്ടേഴ്സും ഈ സീസണിൽ വന്നേക്കും എന്നല്ല വരും. കാരണം ഓൾറെഡി സീസൺ 4-ൽ ജെൻവിയിൽ ഉണ്ടായിരുന്ന പല ക്യാരക്ടേഴ്സും വന്നിരുന്നു. അതേപോലെ തന്നെ ഹോംലാൻഡർ, സ്റ്റാർലൈറ്റ് എന്നിവരൊക്കെ ജെൻവിയിലും അപ്പിയർ ആയിരുന്നു. വെറും ക്യാരക്ടേഴ്സ് മാത്രമൊന്നുമല്ല, അതിലുണ്ടായിരുന്ന പ്ലോട്ടും സ്റ്റോറി ലൈനും എല്ലാം തന്നെ ബോയ്സിന്റെ സീരീസിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടു നോക്കുക. ആകെ 2 സീസണേ ഉള്ളൂ, അതിൽ തന്നെ ആകെ 16 എപ്പിസോഡൊക്കെ ഉള്ളൂ. അതേപോലെ ജെൻവിയിൽ ഉണ്ടായിരുന്ന മെറിമുറു എന്ന ക്യാരക്ടറിന് ഈ സീസണിൽ വളരെ വലിയൊരു കീ റോള് തന്നെ ഉണ്ടായേക്കും. ഓൾറെഡി അവരെല്ലാം തന്നെ സ്റ്റാർലൈറ്റിനൊപ്പം ചേരുന്നത് നമ്മൾ ജെൻവിയുടെ സീസണിന്റെ അവസാനം കണ്ടിട്ടുണ്ടാവും. അതേപോലെ എ ട്രെയിനും അവരുടെ ഒപ്പം ചേരുന്നുണ്ട്. ജെൻവിയിൽ കാണിച്ചിരുന്ന ഒഡീസ പ്രൊജക്റ്റും മെറിമുറയുടെ പവേഴ്സും എല്ലാം തന്നെ ഹോംലാൻഡറിനെതിരെ പോലും വളരെ വലിയൊരു ത്രെട്ടായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ സിസ്റ്റർ സേജുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തിയറി വരുന്നുണ്ട്. അതായത് സിസ്റ്റർ സേജിന്റെ പ്ലാൻസ് എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഹോംലാൻഡറിന് വേണ്ടിയല്ല, മറിച്ച് വോൾട്ടിനെ തന്നെ മൊത്തത്തിൽ തല്ലിപ്പിരിച്ച് തകർത്ത് തനിക്ക് വേണ്ടി ഒരു പുതിയൊരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാനാണ് എന്നാണ്. അതും ആ വേൾഡ് തന്നെ റൂൾ ചെയ്യാൻ പോകുന്നത് പവർ ഉള്ളവരായിരിക്കില്ല, മറിച്ച് ഇന്റലിജൻസ്, അതായത് ബുദ്ധിയുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് വരുന്ന ലീക്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, സീസണിന്റെ തുടക്കത്തിൽ ബച്ചർ കൂടുതലും തന്റെ കയ്യിലുള്ള വൈറസിനെ എങ്ങനെ നല്ല സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള സ്റ്റാർലൈറ്റ് തുടങ്ങിയവരെ കൊല്ലാതെ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയായിരിക്കും. ഇതേ സമയത്ത് ആനി, അതായത് സ്റ്റാർലൈറ്റ്, ഹോംലാൻഡർ പിടിച്ചുകൊണ്ട് പോയ തന്റെ ഫ്രണ്ട്സിനെ എങ്ങനെ രക്ഷിക്കാമെന്ന് നോക്കുകയായിരിക്കും. ഇവരെല്ലാം തന്നെ ഒരു ഇന്റർമെന്റ് ക്യാമ്പ് എന്നതിലായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. അവിടെ നിന്ന് എങ്ങനെ ഇവർ രക്ഷിക്കാമെന്നായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ബോയ്സിന്റെ ഫൈനൽ സീസണുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വിവരങ്ങൾ. പിന്നെ ബോയ്സ് ഈ സീസണിലൂടെ കഴിയുമെങ്കിലും ബോയ്സിന്റെ വേൾഡിൽ നിന്ന് വേറെയും സീരീസുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതിലൊന്നാണ് വോൾട്ടിന്റെ ഒറിജിനൽ തന്നെ പറയുന്ന വോൾട്ട് റൈസിംഗ് എന്നാണ് ഈ സീരീസിന് പേരിട്ടിരിക്കുന്നത്. 1950കളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടായിരിക്കും ഇത്. സോൾജർ ബോയ്, അതേപോലെ നമ്മൾ ബോയ്സിൽ തന്നെ കണ്ടിട്ടുള്ള ടോം ഫ്രണ്ട് എന്നിവരായിരിക്കും ഈ സീരീസിന്റെ മെയിൻ ലീഡായി വരാൻ പോകുന്നത്. അതേപോലെ ദി ബോയ്സ് മെക്സിക്കോ, ജെൻവി സീസൺ 3 എന്നിവയും പറയുന്നുണ്ട്. ഇതിൽ ജെൻവിയുടെ സീസൺ 3 വരാനുള്ള ചാൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബോയ്സ് കഴിഞ്ഞാലും ഇതുപോലെ സീരീസുകൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സീസണിന്റെ റിലീസിംഗ് ഷെഡ്യൂൾ ഒന്ന് നോക്കാം. ആകെ 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീസണിൽ ഉണ്ടായിരിക്കുക. ഏപ്രിൽ 8-നായിരിക്കും ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുക. 8-ാം തീയതി ആദ്യത്തെ 2 എപ്പിസോഡുകളായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വീക്കിലി ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും എത്തുക, അതായത് ഓരോ ബുധനാഴ്ചയും. അതൊക്കെ കഴിഞ്ഞ് മെയ് 20-നായിരിക്കും ദി ബോയ്സിന്റെ ഫിനാലെ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിനൊപ്പം ഉള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.